പാസ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് അതിനൊരു ലോസ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കണം. ആ ലോസ് സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് ഓഫീസിൽ സമീപിച്ച് പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിക്കണം. കാരണം അപ്പോൾ മാത്രമേ നമുക്ക് ഈ പാസ്പോർട്ട് നഷ്ടമായി എന്നുള്ള ഇൻഫർമേഷൻ എല്ലാ ഇമിഗ്രേഷൻ കൗണ്ടേഴ്സിലോട്ടും വിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി വിദേശത്തായിരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വിദേശത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള രേഖയാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഡോക്യുമെൻ്റ് ആണ്. പാസ്പോർട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലീഗലി ആ രാജ്യത്ത് നിൽക്കുന്നു എന്ന് വരെ നമുക്കതിനെ അനുമാനിക്കാം. അപ്പോൾ വിദേശത്താണെങ്കിൽ പോലും നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിവരങ്ങൾ കൊടുത്ത് FIR എടുക്കണം. ആ FIRൻ്റെ വിവരങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ കൗൺസിലേറ്റിനെ സമീപിക്കേണ്ടത്. അതേസമയം നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ടാണ് ഒരു രാജ്യത്ത് നിൽക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ സാധനങ്ങൾ മോഷണം പോയി എന്നുണ്ടെങ്കിൽ പൊതുവെ ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകി ഇന്ത്യയിലോട്ട് മടങ്ങാൻ അനുവദിക്കുകയാണ് പൊതുവെ ചെയ്യാറ്.